ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം വിശേഷം? 2-3 ദിവസമായില്ല കണ്ടിട്ടില്ലേ. ഞാൻ എന്താ പറയുക 2-3 ദിവസമായിട്ട് വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല, കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈവനിങ് വ്ളോഗിൽ നമ്മൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ എന്താ പറയുക, നേരം വൈകി എണീക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണികളൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് സ്കൂളില്ലാത്ത ദിവസം, ഇപ്പം എന്തായാലും ഇനി സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല, മുടക്കല്ല, ക്രിസ്മസൊക്കെ ആയ കാരണം ഇനിയിപ്പോൾ മുടക്കല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നേരം വൈകി എണീക്കുകയാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനത്തെ കുറച്ച് പണികൾ ഇങ്ങനെ തീർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരം വൈകി എണീക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. സാധാരണ സ്കൂളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നാളികേരം, ചോറും അരിയും ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് ആദ്യത്തെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടി ഒന്ന് വേഗം അരിയൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കാര്യമൊന്നുമില്ല, അവൾ മിക്സിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അടുത്ത് വന്നിരിക്കും കേട്ടോ. ആകുമ്പോൾ അങ്ങനെ കൈ വയ്ക്കുമ്പോൾ ഇങ്ങനെ ആ വൈബ്രേഷൻ അവൾക്ക് അതിന് വേണ്ടിയിട്ട് വരുന്നതാട്ടോ. അപ്പം അങ്ങനെ ബാക്കിയുള്ള അരിയും കൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരച്ചൊക്കെ കഴിയുമ്പോൾ ഈ ഉഴുന്നൊക്കെ അരിയൊക്കെ ആയാലും നമുക്ക് അരയ്ക്കുന്ന സമയത്ത് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അധികം ജാറിനോട് നമുക്ക് ഗുസ്തി പിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം അധികം വെള്ളം ഒഴിച്ചിടുക, എന്നിട്ട് പിന്നെ കഴുകിയെടുത്താലും മതിയാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ കൈയൊക്കെ വെച്ച് നല്ല പോലെ ഒന്ന് മാവൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ണികൾക്ക് ചോറ് കൊടുത്തിട്ട് ബാക്കി പണികളൊക്കെ നോക്കാമല്ലോ വിചാരിച്ചപ്പോൾ ഉണ്ണികൾക്ക് ഞാൻ ചിക്കൻ വറുക്കാനുണ്ടായിരുന്നു 2-3 കഷ്ണം. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ബാക്കിയുള്ള അരി അരച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ വിചാരിച്ചു. നമ്മളിങ്ങനെ അപ്പം ചെയ്യുന്ന പാത്രങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ വെള്ളം എടുക്കുകയാണെങ്കിലും അതും ഒക്കെ കൈയോടെ തന്നെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പണികളൊക്കെ തീരും കേട്ടോ. ഇല്ലാണ്ട് നമ്മൾ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ ലോഡായി വരികയും ചെയ്യും, പിന്നെ കഴുകുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എടുക്കണ പാത്രങ്ങൾ അപ്പം കഴുകാൻ നോക്കാം. എനിക്കിപ്പോൾ പറഞ്ഞതിന് അകത്ത് പൈപ്പൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടാണ് കഴുകണത്. എന്നാലും വേഗം അത് കൈയോടെ തന്നെ കഴുകി വയ്ക്കും. പിന്നെ ഉണ്ണികൾ വാശി ഉണ്ടെങ്കിൽ മാത്രമാണ് അതവിടെ മാറ്റിയിട്ടിട്ട് പിന്നെ കഴുകേണ്ട ആവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൈയോടെ തന്നെ കഴുകി വയ്ക്കും. അപ്പോൾ അങ്ങനെ പാത്തൂസിന് ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തിട്ട് വേഗം ഉറക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ചിക്കനും ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ പാത്തൂസ് ചോറൊക്കെ ഉണ്ട് നല്ല കുട്ടിയായി ഉറങ്ങി. അപ്പോഴേക്കും ഇവിടെ ഒരാൾ പിണങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. ആളെ കരോളിന് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ സോപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നിരുന്ന് ചോറൊക്കെ കൊടുത്ത് ഞാനും സുഡാപ്പിയും ചോറിന് കേട്ടോ. പിന്നെ സുഡുവിന് നല്ല ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. പനി ഉണ്ടായിരുന്നു, പനി ഇപ്പോൾ കുറവായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കരോളിന് വിടാണ്ടിരുന്നത്. നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയേക്കപ്പോൾ. അപ്പോൾ ചോറുണ്ട പാത്രങ്ങൾ കറികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുക്കർ ഒക്കെ ഒന്ന് വേഗം കഴുകി വയ്ക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേഗം പണികളും ചെയ്ത് തീരും. അപ്പോൾ രാത്രി നമ്മൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ അതുപോലെ ചോറ് വയ്ക്കണ കലങ്ങളായാലും ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഒരു അടുപ്പിൽ ചായ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ കൈയോടെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചോറിനുള്ള വെള്ളം വയ്ക്കാം. പിന്നെ ചായ ഇവിടെ തിളയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ എന്താ പറയുക 3 അടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പാചകം ചെയ്യാനും എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ വയ്ക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് ചോറിനുള്ള വെള്ളം വയ്ക്കും. അതുപോലെ അരി അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്കത് ഇറക്കി വെച്ച് ഇപ്പുറത്ത് പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരു സൈഡ് കറി വയ്ക്കാം. ഞാൻ അങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ പൊതുവേ അങ്ങനെ ചെയ്യാറ്. പാത്തൂസ് രാവിലെ തന്നെ കൂടെ എണീറ്റ് വരും. പിന്നെ ഇതിൻ്റെ മുകളിൽ അവൾ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം പണികളെടുക്കാം കേട്ടോ.
അവളവിടെ ഒതുങ്ങിയിരുന്നോളൂ. എൻ്റെ പണികൾ കഴിയുന്നവരെ അവളവിടെ ഇരിക്കുകയും ചെയ്യും, വേഗം എൻ്റെ പണികൾ നടക്കുകയും ചെയ്യും. അപ്പോൾ രാത്രി ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കണ കാരണം കൊണ്ട് വേഗം നടക്കും കേട്ടോ. അതുപോലെ പഠിപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അത് രാത്രി തന്നെ ചെയ്ത് വയ്ക്കുക നല്ലത്. രാവിലെ പിന്നെ നമ്മളത് ഉണ്ണികളുള്ളക്കാർ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ തന്നെ അവർ എണീറ്റ് വരുമ്പോൾ നമുക്കിത് തുടയ്ക്കാനും ഇതിനൊന്നും നിൽക്കാനും സമയം ഉണ്ടാവില്ല. അവർ എണീറ്റ് വന്നവർ ചായ ചോദിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം എണീറ്റ് തന്നെ ചായ വയ്ക്കാം. പലഹാരപ്പണി അതുപോലെ കൂട്ടാനിലുള്ളതൊക്കെ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം വേഗം പണികളും നടക്കും. ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും നമ്മുടെ രാവിലത്തെ പണികളൊക്കെ വേഗം കഴിയും. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മീൻകാരുടെ സൗണ്ട് കേട്ടോ. പുറത്തെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. സ്കൂള് പൂട്ടൊക്കെ ആയില്ലേ, അപ്പോൾ ക്രിസ്മസും ആയി. അപ്പോൾ അതിൻ്റെ കരോളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി പാട്ടൊക്കെ വെച്ച് അവിടെ ഡാൻസും അതിൻ്റെ ഇടയിൽ പന്ത് കളി നടക്കുന്നുണ്ട്. ഒക്കെ കൂടി ഭയങ്കര ജഗപുക കളികളാണ് പുറത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുടപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാത്തോസ് നല്ല ഉറക്കം. അപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടിയിട്ടേക്കാം. അവരോട് പറഞ്ഞു, ഒച്ചാ ഇവിടെ ആരും വന്ന് ബെല്ലടിക്കണ്ടെന്ന് പറഞ്ഞു കുട്ടികളോട്. ഉണ്ണി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ മീനൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുത്തു. അപ്പം മീൻ മേടിച്ചെന്താ വെച്ചാൽ ഇനിയിപ്പോൾ നാളത്തെ മീൻ കറിയുടെ കാര്യം ഇപ്പം അതിന് നോക്കേണ്ട ആവശ്യമില്ല. അല്ല, മീൻ കറി എന്നല്ല, കറി വെക്കണ കാര്യത്തിൽ ചിന്തിച്ച് തല പോയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മീൻ മേടിച്ച കാരണം വേഗം അതൊന്ന് നന്നാക്കി വെച്ചു. അപ്പോൾ കറിയിലേക്കുള്ള മീൻ ഞാൻ എടുത്ത് ആദ്യം തന്നെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മസാലയൊക്കെ ഒന്ന് പുരട്ടി വറക്കാനുള്ളതും കൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് നാളത്തെ കാര്യം ഇനിയിപ്പോൾ സമാധാനമായി. മീൻകാർ വന്ന കാരണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നാളെ ഇനി എന്ത് വയ്ക്കും ആലോചിച്ച് നിൽക്കണം. ഇക്കുള്ള സമയത്ത് ഞങ്ങൾ കിടക്കണ സമയത്ത് തന്നെ കാട് ചോദിക്കും എന്നിട്ടാ നാളെ കറി വയ്ക്കുകയെന്ന്. അപ്പം അങ്ങനെ ആലോചിച്ച് വയ്ക്കും. രാവിലെ പലഹാരം ഉണ്ടാക്കണ കാര്യമായാലും കറി വയ്ക്കണ കാര്യമായാലൊക്കെ രണ്ടാളും കൂടി ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ മസാല പുരട്ടി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കുക ആദ്യം. എന്നിട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാനതെടുത്ത് താഴേക്ക് ഇറക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ആകെ ഐസ് കട്ട പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഐസായിരിക്കും. അപ്പോൾ അത് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ തന്നെ അലിഞ്ഞ് വെള്ളമൊക്കെ ആവും. അപ്പോൾ മസാല പുരട്ടിയാലൊന്നും ഒരു കാര്യം ഇല്ലാണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കും. അത് കഴിയുമ്പോൾ എടുത്ത് പുറത്തിറക്കി വെക്കും, താഴേക്ക് ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ സുഡാപ്പി പുറത്തുനിന്ന് കയറി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ ഊരി റെഡിയായി വന്നേക്കാം ഉറങ്ങാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ഉപ്പേരിക്കുള്ളതും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്കുള്ളത് ഒക്കെ ശരിയായി, രാത്രിയിലത്തെ പണിയും കഴിഞ്ഞു. അപ്പോൾ അതും കൂടി ഒന്ന് വേഗം റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും പാത്തൂസ് ഇടയിലൊന്ന് എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ അവളൊന്ന് ഉറക്കാൻ വേണ്ടി പോയി. പിന്നെ അടിച്ചു വാരി തുണി മടക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കട്ടായി പോയി. തുടപ്പൻ്റെ വാശിയും പാത്തൂസിൻ്റെ വാശിയൊക്കെ കാരണം കൊണ്ട് അങ്ങനെ കുറേശ്ശെ വീഡിയോസ് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് എണീക്കുമ്പോൾ തന്നെ എൻ്റെ സമാധാനമായിരിക്കും. വേഗം പണികളൊക്കെ കഴിയുമല്ലോ, സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരിതിൽ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷാറും ഉണ്ടാവില്ല പണിയെടുക്കാനായിട്ട് നേരം വൈകി എണീക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ കോവയ്ക്ക നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. സുഡാപ്പിക്ക് ഞാൻ കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കൊച്ചു TV കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെച്ചാൽ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പാത്തോസ് എണീറ്റാലും എനിക്ക് കുഴപ്പമില്ല, അവിടെ പോയി കിടക്കാമല്ലോ. ഇതിപ്പോൾ ഇതും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അവനോടൊന്ന് സോപ്പ് ഇട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ എൻ്റെ പണികൾ കഴിയും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ പരിപാടി ഒന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതൊന്നും കട്ടിംഗ് ബോർഡും ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ശേഷം ആ വെള്ളം ഇതോ കൂടി ഒന്ന് തുടച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഡിലീറ്റായി പോയി കേട്ടോ. ഡിലീറ്റായി പോയിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ഫുള്ളായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാണ്ടായിരുന്നു. അപ്പോൾ അതിൽ കളഞ്ഞപ്പോൾ കുറച്ച് വീഡിയോ കട്ടായിപ്പോയി, അതുണ്ടായത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഈ വീഡിയോ വീട്ടമ്മമാർക്കൊക്കെ ഒരു ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ ബൈ.